ഈ പെരുന്നാളിന്റെ തൊട്ടു തലേ ദിവസം ഈദുൽ അദ്ഹയുടെ മുമ്പ് യൗമുൽ അറഫ, ലക്ഷോപലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക സമ്മേളനം നടക്കുന്ന യൗമുൽ അറഫ, അന്നത്തെ സുന്നത്ത് നോമ്പുകൾ, അന്നത്തെ അനുഷ്ഠാനങ്ങൾ അല്ലാഹു പറയുകയാണ്, വഇദ് ജഅൽനൽ ബൈത മതാബത്തൽ ലിന്നാസി വഅംനാ. അവിടെ എത്തുന്നവർക്കെല്ലാം മിനയിലും മുസ്ദലിഫയിൽ നിൽക്കുമ്പോ, അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയാണ്. ജീവിതത്തിന് സമാധാനം. സഹോദര കേട്ടുകൊള്ളൂ, ഈ അറഫയും ഈ മിനയും മുസ്ദലിഫയും നമുക്ക് സമാധാനം നൽകുമെങ്കിൽ നാളെ ഈ മിനയും മുസ്ദലിഫയും അറഫയും ഒക്കെ സമാധാനമില്ലാത്ത ഒരു നാളുകളായി മാറും. അന്ന് ആ കാലത്ത് മിനയിൽ സമാധാനമുണ്ടാവില്ല, അറഫയിൽ സമാധാനമുണ്ടാവില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയും ഇറാനിന്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ച് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ സയണിസത്തിന്റെയും നാസിസത്തിന്റെയും സിയോണിസത്തിന്റെയും തീവ്ര പശ്ചാത്തലങ്ങൾ അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. UAE അക്രമം നടത്തുന്നത് പോലും ഇസ്രയേലാണെന്ന ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിക്കാൻ സഹോദര, വഇദ് ജഅൽനൽ ബൈത മതാബത്തൽ ലിന്നാസി വഅംനാ. സമാധാനത്തിനു വേണ്ടി മിനയും അറഫയുമാണ് തേടുന്നതെങ്കിൽ ഇനി അത് അസമാധാനത്തിന്റെ ഒരു ദിവസം ഇവിടേക്ക് വരാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ലോകാവസാനം അടുത്ത് കഴിയുമ്പോ, ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാവും. ആ ഇമാം മഹ്ദി ലോകത്തേക്ക് വരുന്നതിന് അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയത്താനിൽ ദുഹൂരിൽ മഹ്ദി, ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് രണ്ട് അടയാളങ്ങൾ വരും. അതിലൊന്നാമത്തേത് തൻകസിബുൽ ഖമറു ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടു മുമ്പുള്ള റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. വതൻകസിബു ശംസു ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ആ ശഅബാനിന്റെ 15ാമത്തെ രാവിലെ അന്ന് സൂര്യഗ്രഹണവും ഉണ്ടാവും. ഒരേ മാസം തന്നെ ആദ്യത്തെ രാത്രിയിൽ ചന്ദ്രഗ്രഹണം, പകുതിയാകുമ്പോൾ ആ മാസം തന്നെ സൂര്യഗ്രഹണം. ഹബീബ് പറയുകയാണ്, ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർളി, ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർള. ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇതേവരെ ഒരു മാസം തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്നിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മുസ്ദലിഫയും മിനയും രക്തക്കളമാവും. ലോകത്തിന്റെ സമാധാനത്തിന്റെ കേകമെന്ന് പറഞ്ഞെടുത്തുകൂടി മുസ്ലിം സഹോദരങ്ങളുടെ രക്തങ്ങൾ ഒഴുകുന്ന വരാനിരിക്കുന്ന കാലത്തിന്റെ കാലുഷ്യങ്ങളെ കാലേ കൂട്ടി കണ്ടറിഞ്ഞു പറയുകയാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. ശഅബാനിൽ ഈ രണ്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടന്നു കഴിഞ്ഞാൽ റമളാനായി. ആ റമളാനിൽ ഇദാ കാന സൈഗത്തു ഫീ റമളാൻ, ആ റമളാനിൽ വലിയ ഒരു അട്ടഹാസമുണ്ടാവും. ഹബീബിനോട് ചോദിച്ചു, ഹബീബേ വമസ്സൈഹത്തു യാ റസൂലല്ലാഹ്, ആ അട്ടഹാസം എന്താണ് നബിയേ? തിരുദൂതരുടെ മറുപടി, തക്കൂന് ഹിദത്തുന്നതൊരു വലിയ മണിമുഴക്കം പോലെ, ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന ഒരു പെരുമ്പറ മുഴക്കം പോലെ ഒരു വല്ലാത്ത അട്ടഹാസം ആ റമളാനിൽ ഉണ്ടാവും. ഹബീബ് പറയുകയാണ്, ആ അട്ടഹാസം ഒരു മണിമുഴക്കമാണ്, തീർന്നില്ല. തൂക്കിലുന്നായിമ, ആ അട്ടഹാസം കേട്ട് ഉറങ്ങിക്കിടക്കുന്നവർ ചാടി എഴുന്നേക്കും. ഗർഭിണികളായ സ്ത്രീകൾ പോലും കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റോടി പോകും. ഗർഭിണികളായ സ്ത്രീകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും മറന്നിട്ടവര് കിടപ്പറയിൽ നിന്നിറങ്ങി ഓടിപ്പോകും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴെന്നറിയുമോ?
ഈ സംഭവിക്കുന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിക്കുന്ന ഒരു വർഷത്തിലാണ് ഇത് സംഭവിക്കുക. കാതോർത്ത് നിൽക്കേണ്ട ഒരു പ്രവചനമാണ്. ഭൂകമ്പങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, പ്രളയങ്ങൾ, മണ്ണൊലിപ്പുകൾ എന്ന് വേണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു റമളാനിൽ ഇതേപോലൊരു വെള്ളിയാഴ്ച രാവിൽ ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന ഒരു വല്ലാത്ത പ്രകമ്പനമുണ്ടാകും. ഹബീബായ നബി തങ്ങൾ പറയുകയാണിതാ സ്വല്ലൈതുമുൽ ഫജ്റ, അന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫദ്ഖുലൂ ബുയൂതക്കും, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഓടിക്കേറണേ. ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ വീട്ടിലേക്ക് നിങ്ങൾ ഓടിക്കേറണേ. വാദിനികൂ അബ്വാബക്കും, നിങ്ങളുടെ വാതിലുകളെ നിങ്ങൾ കുറ്റിയിട്ടടക്കണേ. വസുത്തൂ അഖ്വാക്കും, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുദൂതർ പറയുകയാണ്, വീട്ടിലേക്ക് കയറുന്ന എല്ലാ സുഷിരങ്ങളും നിങ്ങൾ അടച്ചു കളയണം. വസുത്തൂ ആദാനക്ക്, നിങ്ങളുടെ ചെവികളിലേക്ക് വിരലുകൾ കയറ്റി നിങ്ങളുടെ ചെവികളെ നിങ്ങൾ പൊത്തിപ്പിടിക്കണേ. ഫൈദാ ഹസസ്തുമുസ്സൈഹ, ആ മുഴക്കം നിങ്ങളുടെ ചെവിയിലേക്ക് കേട്ട് കഴിഞ്ഞാൽ ഫഖറൂ ലില്ലാഹി സുജ്ജദാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് സുജൂദിൽ വീഴണേ. എന്നിട്ട് ആ സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന മലിക്കൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കൽ ഖുദ്ദൂസ് എന്ന് നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തി പറയണേ. അവനല്ലാതെ പിന്നെ രക്ഷയില്ല, അവനല്ലാതെ ഒരു മടക്കമില്ല, അവനിലേക്കല്ലാതെ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. ആ വലിയ പ്രകമ്പനം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ റമളാൻ കഴിഞ്ഞു. പിന്നീട് ദിൽഖഅദയായി. ദുൽഹജ്ജിലെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഹറമിലേക്ക് എത്തിയാൽ അന്ന് ഹജ്ജിന് വേണ്ടി ആളുകൾ മിനയിൽ പാർക്കുമ്പോ അന്നത്തെ ദിവസം ഹാജിമാര് കൊള്ളയടിക്കപ്പെടും. ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ പുതിയ സംവിധാനങ്ങളെ ഒത്തിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുസ്ലിം രാഷ്ട്രങ്ങള് തമ്മിലടിക്കുന്നു. പാശ്ചാത്യ ശക്തികള് ശൃഗാല ബുദ്ധിയോടെ സമുദായ സേവനത്തിന്റെ, സാമൂഹ്യ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ മുസ്ലിം രാഷ്ട്രങ്ങള് ഭിന്നിക്കുന്നു. രാഷ്ട്രങ്ങള് കരാറിൽ നിന്ന് പിന്മാറുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു. ഇതിനെയെല്ലാം നിയന്ത്രിക്കേണ്ടിടത്തേക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ദുൽഖഅദയിലെ എല്ലാ ആളുകളും ഹറമിലെത്തുമ്പോ അന്ന് ഹാജിമാര് കൊള്ളയടിക്കപ്പെടും, അവരെ ക്രൂരമായി ആക്രമിക്കപ്പെടും. അന്നേ ദിവസം അന്ന് മിനയിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവും. മിനയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവും. ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ലോകത്തെ രാപ്പാർക്കാൻ, ഒരൊറ്റ രാത്രി രാപ്പാക്കാൻ ആഗ്രഹിക്കുന്ന മിന, ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഏതെന്നറിയോ? ലോകത്തിലെ മനോഹരമായൊരു കാഴ്ച ഏതാണ്? ലോകത്തിലെ മനോഹരമായ ചില കാഴ്ചയുണ്ട്. അതിൽ ഒരു കാഴ്ച, എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് ലോകത്തുള്ള ലക്ഷോപലക്ഷം ആളുകൾ, ലക്ഷക്കണക്കിന് മാടപ്രാവുകളും മരച്ചെല്ലയിൽ കൂട്ടുകൂട്ടിയതുപോലെ ശുഭ്രവസ്ത്രങ്ങളായി മിനയുടെ താഴ്വാരങ്ങളിൽ, മിനയുടെ മലമടക്കുകളിൽ, മിനയുടെ പാറക്കെട്ടുകളിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു രൂപമുണ്ട്. ലോകത്തിലെ മനോഹരമായൊരു വെളുത്ത കാഴ്ചയാണത്. അന്നേ ദിവസമാണ് കിടന്നുറങ്ങുന്ന മനയിൽ, ആ മിനയിൽ മൽഹമ, വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകും. അന്നായിരക്കണക്കിന് ഹാജിമാര് കൊല ചെയ്യപ്പെടും. മിനയുടെ ഭൂമിയിൽ ഇഹ്റാമിന്റെ വസ്ത്രം രക്തം കൊണ്ട് കുളിക്കും. മിനയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടും. ഏതുവരെ? ഹത്താ തസീല ദിമാഹും ഇലാ ജംറത്തുൽ അഖബ,
മിനയിൽ കൊല ചെയ്യപ്പെട്ട ഹാജിമാരുടെ രക്തം ജംറത്തുൽ അഖബ വരെ പരന്നൊഴുകാൻ തുടങ്ങും. ചിന്തിക്കാൻ കഴിയില്ല, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയില്ല. ഏതു ഭൂമിയാണ്? വൈദ ജഅൽനൽ ബൈത മസാബതൽ ലിന്നാസി വഅംനാ. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അതെന്റെ ബൈത്തുൽ ഹറാമിന്റെ ചുറ്റുവട്ടത്താന്ന് പറഞ്ഞ ഈ മിന, ഇന്ന് ഹാജിമാർ അന്തിയുറങ്ങുന്ന മിന, അവര് നടന്നു പോകുന്ന അറഫ, അവസാനം പിശാചിനെ കല്ലെറിയുന്ന ജംറത്തുൽ അഖബയിൽ ഹാജിമാരുടെ രക്തം തളം കെട്ടിയാൽ തൊടുകും. ഇസ്ലാമിക ലോകം നാഥനില്ലാതെ തകർക്കപ്പെടുമ്പോ ആ സമയത്താണ് യഖ്റുജുൽ മഹ്ദിയ്യു മിൻ ഇത്രത്തി. ഈ ലോകത്തെ രക്ഷിക്കാൻ എന്റെ കുടുംബത്തിൽ നിന്ന് ഇമാം മഹ്ദി ആഗതനാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന സമാധാനത്തിന്റെ ഭൂമി പുതിയ കാലത്ത് വെച്ച് നാം നോക്കുമ്പോ ചരിത്രം പറയാൻ മാത്രമുള്ളതല്ല, ഇന്നുകളിലേക്ക് ചേർത്ത് വെച്ച് നാളുകളെ കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. ലോകത്തിന്റെ മുഴുവൻ ആളുകൾക്ക് സമാധാനം തരുന്ന മിനയിൽ ആറഫയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും. അല്ലാഹുവേ, അതിനേക്കാൾ മുമ്പേ നീ ഞങ്ങളെ ഈമാനോടെ നിന്റെ അടുക്കലേക്ക് വിളിക്കണേ റഹ്മാനെ. ഈ യുദ്ധങ്ങളും ഈ പാച്ചിലുകളും ഒന്നും നിസ്സാരമായി കരുതരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദുൽഹജ്ജിന്റെ 10 ദിനരാത്രങ്ങൾ ഉള്ളുരുകി ദുആ ചെയ്യാനാണ്, പടച്ചവനോട് പറയാനാണ്. റബ്ബന വജഅൽനാ മിൻ ലദുൻക വലിയ വജഅൽനാ മിൻ ലദുൻക നസീറ. തകർന്നു പോയാൽ അന്ന ഖിവാമൽ അറബി ഖിവാമൽ ആലം. അറബ് ലോകം എന്ന് തകരുന്നു, അന്ന് ലോകം തകരും. കാരണം ലോകത്തിന്റെ നിലനിൽപ്പ് കഅബയാണ്. ആ കഅബ തകർന്നാൽ ലോകം മുഴുവനും തകരും. വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി പടച്ചവനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും നന്മകളിലോട്ട് കടന്നുപോയി. ഇങ്ങനെ ഫിത്നകൾ ഒരുമിച്ച് കൂടുന്ന കാലത്ത് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അഅ്മാലുകളിൽ നിങ്ങൾ ഓടിച്ചെല്ലാൻ നബി മുഹമ്മദ് മുസ്തഫ. അധിക കാലമൊന്നും ഈ ഭൂമിയിൽ വലിയ ആർഭാടത്തിലൊന്നും ജീവിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. ഓരോന്നായിട്ട് നമ്മൾ തകർന്നു വീഴുമ്പോ നമ്മൾ വിചാരിക്കുക ഇന്ത്യയല്ലേ കേരളമല്ലേ? അല്ല സഹോദര, എല്ലാം പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഒരിടത്ത് തകരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ. ഒന്ന് വീഴുമ്പോൾ മറ്റൊന്നിന് ചിരിക്കാനല്ല. ഈ ദുർഘടമായ സാഹചര്യത്തിൽ ഉള്ളുരുകി പടച്ചവനോട് ദുആ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട അമലുകൾ ചെയ്യും. ഈ 10 ദിവസങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമലാണ് അറഫ. അറഫയുടെ നോമ്പുകൾ, അന്നത്തെ ദുആ നിർവഹിക്കുക. ഉളുഹിയ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമലാണ്. അവസാന ഘട്ടത്തിലാണ്. ഉളുഹിയുടെ ഒരു ഷെയർ 10,000 രൂപയാണ്. 10,000 രൂപ. ബാദറൂബിൽ അഅ്മാൽ. ലോകമെങ്ങും തകരാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അമലുകൾ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉളുഹിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ല് ഏർപ്പെടുത്തിയ സംവിധാനം, അതിനെ കുറിച്ച് ചെയർമാൻ പിന്നീട് വിശദീകരിക്കും. വെളിയിലുണ്ട് ഓരോ ചെറുപ്പക്കാരും, ഓരോരുത്തരും അവസാനം അതിൽ പങ്കാളികളാവാനുള്ളവർ 10,000 രൂപ കൊടുത്താൽ അതിൽ നമുക്കൊരു ഷെയർ എടുക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദുൽഹജ്ജ് പടച്ചവരിലേക്ക് മടങ്ങാനാണ്. അവനോട് പറയും, അല്ലാഹു സ്വീകരിക്കട്ടെ. ഉള്ളുരുകി ദുആ ചെയ്യും. നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പടച്ചവനോട് പറയും. ഒരു പ്രഭാഷകൻ ഭയങ്കര പ്രസംഗം നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ വാതിലിൽ മുട്ടി, അത് തുറക്കപ്പെടും. അല്ലാഹുവിന്റെ വാതിൽ മുട്ടിക്കോളൂ, തുറക്കപ്പെടും എന്ന് പ്രസംഗിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ കേൾക്കാനുണ്ട്. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അതുവഴി നടന്നുപോയി. ആ പ്രഭാഷകനോട് ചോദിച്ചു, അടുത്തിരുന്നുകൊണ്ട് അവര് പറഞ്ഞു, അത്രേ, ഇയാൾ എന്താണ് പ്രസംഗിക്കുന്നത്? പടച്ചോന്റെ വാതിലിൽ മുട്ട് തുറക്കപ്പെടുമെന്നോ? എപ്പോഴെങ്കിലും എന്റെ റബ്ബിന്റെ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലല്ലേ തുറക്കാൻ അതിൽ മുട്ടേണ്ട കാര്യമുള്ളൂ. എന്റെ റബ്ബിന്റെ വാതിൽ ഒരിക്കലും അടയ്ക്കാറില്ല. പിന്നെ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം പ്രായോഗികമല്ല. അവന്റെ വാതിൽ അടച്ചാലല്ലേ മുട്ടേണ്ട കാര്യമുള്ളൂ. എന്റെ റബ്ബിന്റെ വാതിൽ എപ്പോഴാണ് അടച്ചിട്ടുള്ളത്? ഈ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നോക്കിക്കോളൂ, റബ്ബിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. തീഷ്ണമായ പകലിൽ വിളിച്ചോളൂ, അടയ്ക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മേൽ ഒരിക്കലും കൊട്ടിയടയ്ക്കപ്പെടാത്ത നമ്മുടെ റബ്ബിന്റെ വാതിലുള്ളപ്പോൾ സഹോദരങ്ങളെ ചോദിക്കുന്ന അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ട് 40 ദിവസമാകുന്ന PK നബീല ബീവി
മറ്റുള്ളവർക്ക് ദുആ ചെയ്യാൻ സംവരണം മരണപ്പെട്ട് 3 വർഷമാകുന്ന നസീമ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫാത്തിമ ബീവി എന്ന മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, ജനിച്ച ഒരാഴ്ചയാകുന്ന മുഹമ്മദ് ഹൈസാൻ എന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം രാവിലെ 8 മണിക്കാണ്. സ്ത്രീകൾക്കുള്ള പെരുന്നാൾ നിസ്കാരം ഇതേ സമയത്ത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 8 മണിക്കാണ് നമ്മുടെ പെരുന്നാൾ നിസ്കാരം. ആ 8 മണിക്ക് പെരുന്നാൾ നിസ്കാരം നടക്കും. 8:30 ആവും, 9 മണിയാവും. സാധാരണ അങ്ങനെയാണ് എന്ന് വിചാരിച്ചെന്നാൽ നിസ്കാരം കിട്ടൂല. 7:30 പ്രസംഗം അതിന് മുമ്പുണ്ടെങ്കിൽ 7:30 മണിക്ക് ഞാൻ പ്രസംഗം തുടങ്ങും. 8 മണിക്ക് പെരുന്നാൾ നിസ്കാരം. കറക്റ്റ് 8 മണിക്ക് തന്നെ എല്ലാവരും എത്തുക. മഹല്ലിൽ വന്ന് പെരുന്നാൾ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഉമ്മ ഉപ്പ എല്ലാവരും ഖബർസ്ഥാനിൽ അടുത്ത് ദുആ ചെയ്യുക, സിയാറത്ത് ചെയ്യുക. കൃത്യം 8 മണിക്ക് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മരണപ്പെട്ടു പോയ സഹോദരിമാരെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മർഹമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. 6 അടി മണ്ണിൽ കിടക്കുന്നവർ ഞങ്ങളുടെ വിളിപ്പുറത്ത് അവിടെയുണ്ട്. അവരുടെ ഖബറിലെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാനെ. ഈ സദഖകൾ സ്വീകരിച്ച് നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്ന് ജനിച്ച ആ കുട്ടിക്ക് വേണ്ടി നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ പരമാവധി സുന്നത്തായ അമലുകൾ നോമ്പുകൾ നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ധാരാളം നല്ല അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉളുഹിയ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചവർ സാമ്പത്തികമായി എത്ര പ്രയാസമുണ്ടായാലും എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കാത്ത അമല് ഞാൻ ചെയ്യുമെന്നുള്ള നിയ്യത്തോടെ അതിനുവേണ്ടി സദഖ ചെയ്തവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നവർ, നേതൃത്വം നൽകുന്നവർ റബ്ബേ നാളെ പരലോകത്ത് നൽകുന്ന എല്ലാ പ്രതിഫലത്തിലും ഞങ്ങളെ പങ്കാളികളാക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.